ഇന്നാദ്യം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ പ്രസിഡന്റ് കോൺഗ്രസ് അനുകൂല ആശാ വർക്കർമാരുടെ സമരത്തിൽ സംസാരിച്ച ഒരു ഡയലോഗ് ഒന്ന് കേട്ടിട്ട് വരാം. ഒരു ദിവസം 232 രൂപ മാത്രം ശമ്പളമല്ല ഓണറേറിയം കിട്ടുന്ന മനുഷ്യന്മാർ ആ ഒരു ദിവസത്തെ 232 രൂപ മുടങ്ങിപ്പോകുവാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സമരം ചെയ്യേണ്ടി വരുന്ന ഗതികേടിന്റെ പേരാണ് പിണറായി വിജയൻ സർക്കാർ എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ടാമൃഗം തോൽക്കും ഇവന്റെ ഒക്കെ തൊലിക്കട്ടി മുമ്പിൽ. കാരണം ഇവന്റെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF ഭരിക്കുമ്പോൾ, അതായത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും VS ശിവകുമാർ ആരോഗ്യമന്ത്രിയുമായിരുന്ന സമയത്ത്, കൃത്യമായി പറഞ്ഞാൽ 11 വർഷം മുമ്പ് ഇതേ ആശാ വർക്കർമാർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയിരുന്നു. 1-2 ദിവസമല്ല, 10 ദിവസം. എന്തായിരുന്നു ആവശ്യം എന്നറിയാമോ? അവരുടെ ഓണറേറിയം 1000 രൂപയിൽ നിന്നും 1500 രൂപയാക്കണമെന്ന്. എന്നിട്ടോ ദിവസങ്ങളോളം നീണ്ട സമരത്തിനൊടുവിൽ 100 രൂപ വർദ്ധിപ്പിക്കാമെന്ന ഉറപ്പിൽ സമരം അവസാനിപ്പിച്ചു. ചോദിച്ചത് 1500 ആണെങ്കിൽ 1100 കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അതും കൊടുക്കാതായപ്പോൾ ആരോഗ്യമന്ത്രിയുടെ വീട് വളയേണ്ടി വന്നു ആശാ വർക്കർമാർക്ക്. വേതന വർധന ആവശ്യപ്പെട്ട് ആശാ വർക്കേഴ്സ് ആരോഗ്യമന്ത്രി VS ശിവകുമാറിന്റെ വീട് ഉപരോധിച്ചു. കടുത്ത ജോലിഭാരത്തിനിടയിൽ സംസ്ഥാനത്തെ ആശാ വർക്കേഴ്സിന്റെ മാസവേതനം 1000 രൂപ മാത്രമാണ്. അന്ന് അവരെ കൊണ്ട് പല ജോലിയും ചെയ്യിച്ചിരുന്നു. പകരം ഫോൺ ചെയ്യാനുള്ള കാശ് പോലും അവർക്ക് എക്സ്ട്രാ കൊടുക്കുമായിരുന്നില്ല. കുടുംബത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വേണം ഫീൽഡിലെ ഫോൺ കാശ് പോലും. വേറെ ഒരുപാട് ഞങ്ങളോട് ആവശ്യപ്പെടാറുണ്ട് സേവനങ്ങൾ. ഈ സേവനം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള ഫോൺ പൈസ പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഈ പറയുന്ന 1000 രൂപയും കിട്ടാത്ത സാഹചര്യം ഉണ്ടെന്നും അവർ പറയുന്നുണ്ട്. ഒരു മരണമാണെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ അന്ന് റിവ്യൂ മീറ്റിംഗിൽ പങ്കെടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ആ മാസത്തെ ഓണറേറിയം കിട്ടാറില്ല. എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉമ്മൻചാണ്ടി എന്ന പുണ്യാളൻ ഭരിച്ചിരുന്ന സമയത്ത് കിട്ടിയതിന്റെ 13 മടങ്ങാണ്. ഏതാണ്ട് 13,000-ലധികം രൂപയാണ് ഇപ്പോൾ പിണറായി ഭരിക്കുമ്പോൾ ആശാ വർക്കർമാർക്ക് ലഭിക്കുന്നത്. എന്നാൽ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ഇത് ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഓണറേറിയം എത്രയാണെന്നറിയാമോ? വെറും 2000 രൂപ. അതും എത്രയോ കാലമായിട്ട് കുടിശ്ശികയാണ്. അതൊന്നും മാങ്ങയണ്ടിക്കും കോൺഗ്രസിനെ താങ്ങുന്ന ചില മാധ്യമ മലരുകൾക്കും വിഷയമേ അല്ല. അതേസമയം റിപ്പോർട്ടർ ചാനലിലെ അരുൺ കുമാർ ഈ കാര്യങ്ങളെ വസ്തുതാപരമായി തന്നെ വിലയിരുത്തുന്നുണ്ട്. അവരുടെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിലാണ് ഈ വിലയിരുത്തൽ. എന്നാൽ ആ സമയത്ത് അത് കേട്ടുകൊണ്ടിരിക്കുന്ന സ്മൃതി പരുത്തിക്കാടിൻ്റെ അഥവാ സ്മൃതീഷൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അത്രയ്ക്ക് രസകരമായ കാഴ്ചയാണത്. ഇത് പറയുമ്പോഴും ഒരു കാര്യം നമ്മൾ വ്യക്തമായി തന്നെ പറയണം. 2015 വരെ നിലവിലുണ്ടായിരുന്ന ഒരു വ്യവസ്ഥ എന്തായിരുന്നു? 2016 വരെ ആദ്യം 500 രൂപയായിരുന്നു. പിന്നീട് 2015 അത് 600 രൂപയാക്കി മാറ്റുന്നു, 1000 രൂപയാക്കി മാറ്റുന്നു. പിണറായി സർക്കാർ വരുന്ന സമയത്ത് 1000 രൂപയായിരുന്നു ഒരു ആശാ വർക്കർക്ക് ഓണറേറിയമായി ലഭിച്ചിരുന്നതെങ്കിൽ സംസ്ഥാന സർക്കാരും ഘട്ടം ഘട്ടമായി അത് വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് ഇപ്പോൾ 7000 രൂപ സംസ്ഥാന സർക്കാർ ഓണറേറിയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് ഒറ്റയടിക്ക് കൂട്ടിയത് 2023 സമരത്തിലാണ് എന്ന് തോന്നുന്നു. അതിനുശേഷമാണ് 5000-ഓളം രൂപ കൂട്ടുന്നത്. അങ്ങനെ 7000 രൂപ ഓണറേറിയമായിട്ട് കൊടുക്കുന്നു. ഇൻസെന്റീവായിട്ട് 3000 രൂപ. അതിൽ 60:40 എന്ന കണക്കിലാണ്. എന്ന് പറഞ്ഞാൽ 1800 രൂപ സംസ്ഥാന സർക്കാർ, 1200 രൂപ കേന്ദ്ര സർക്കാർ. ഇത് കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ ഓണറേറിയം എന്ന നിലയിൽ കിട്ടുന്ന 2000 രൂപ. ഇതെല്ലാം കൂടി കിട്ടി. കൂടാതെ ടെലിഫോണിന് വേണ്ടി കിട്ടുന്ന 200 രൂപ മാസം കിട്ടുന്നത്. അതേപോലെ മറ്റ് ഇൻസെന്റീവുകൾ ചേർത്ത് കിട്ടുന്ന 3000 രൂപ. ഇതെല്ലാം കൂടി ചേർത്താൽ മാത്രമാണ് ഈ 13,500 രൂപ കിട്ടുക. ഇതിനു മുമ്പും സമരം ചെയ്തിട്ടുണ്ട്. 11 വർഷം മുമ്പ് നമ്മൾ കണ്ടതല്ലേ ഒരു വലിയ സമരം. അന്ന് ആ സമരത്തിന് അവർ ആവശ്യപ്പെട്ടത് 500 രൂപയെങ്കിലും കൂട്ടിത്തരൂ എന്നുള്ളതാണ്. 1000 രൂപയാക്കാൻ വേണ്ടിയുള്ള സമരമായിരുന്നു. അന്ന് VS ശിവകുമാർ പറഞ്ഞത് 100 രൂപ കൂട്ടിത്തരാമെന്നാണ്. അതിനെതിരെ വലിയ ശക്തമായ സമരം നടന്നു. പിന്നീടാണ് 1000 രൂപയായി അത് ഉയർത്തുന്നത്. അത് പിന്നീട് 7 മടങ്ങായി വർദ്ധിപ്പിച്ചു എന്നത് നേരാണെങ്കിലും അത് നിലവിൽ അവരുടെ ജോലിക്കോ അവരുടെ ആവശ്യത്തിനോ ഉതകുന്നതല്ല. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. എനിക്ക് തോന്നുന്നു കേരളം മാത്രമാണ് 7000 രൂപ കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത മാസം മുതൽ കർണാടക 10,000 രൂപ കൊടുക്കാം എന്ന് നിശ്ചയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ലോക്സഭയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഡാറ്റയാണ്. പക്ഷേ അപ്പോഴും ഉത്തർപ്രദേശ് അടക്കം 1500 രൂപയാണ് സംസ്ഥാനത്തിന്റെ ഓണറേറിയം. കേരളത്തിൽ ഇത് 7000 കൊടുക്കുന്നു. മറ്റ് ഇൻസെന്റീവുകൾ കൂടി കൂട്ടിച്ചേർത്താൽ 13,000
3500 എന്ന കണക്കിലേക്ക് എത്തുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് സംസ്ഥാന സർക്കാരും ഒരേ സമയം കേന്ദ്ര സർക്കാർ എന്ന് പറയാനുള്ള കാര്യം, കേന്ദ്ര സർക്കാർ ആകെ വർദ്ധിപ്പിച്ചത് 2000 രൂപയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട്. ഇപ്പോഴും ആ 2000 രൂപ നിൽക്കുക. എന്നിട്ടും അത് കൃത്യസമയത്ത് കൊടുത്തു തീർക്കുന്നില്ല. കുടിശ്ശികയിട്ടിരിക്കുക 2000 രൂപ. ഇൻസെന്റീവ് കുടിശ്ശിക കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ 3000 രൂപയിൽ 40% ഇൻസെന്റീവ് കൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. 1200 രൂപ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ടത് കുടിശ്ശികയാണ്. ആ കുടിശ്ശിക കൊടുക്കുന്നത് ആരാ? സംസ്ഥാന സർക്കാരാണ് കുടിശ്ശിക കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വിഷയദാരിദ്ര്യം കൊണ്ട് ഈ ആശാ വർക്കർമാരുടെ സമരം ഏറ്റെടുത്താണ് വ്യാജന്റെ അനുയായികൾ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കരിങ്കൊടി കാണിക്കാൻ പോയത്. പണി ചെറുതായിട്ടൊന്ന് പാളി. അവർ കരിങ്കൊടി കാണിക്കുമ്പോൾ വണ്ടി നിർത്താതെ മന്ത്രി അങ്ങ് പോകുമെന്നാണ് യൂത്തന്മാർ കരുതിയത്. പക്ഷെ മന്ത്രി വണ്ടി നിർത്തിയെന്ന് മാത്രമല്ല, കരിങ്കൊടി കാണിക്കാൻ വന്ന യൂത്തന്മാർക്കിടയിലേക്ക് ചെന്നിട്ട് ഒരു ചോദ്യം: നിങ്ങളുടെ പുണ്യാളനായിട്ടുള്ള ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന കാലത്ത് ആശാ വർക്കർമാരുടെ ഓണറേറിയം എത്രയായിരുന്നു എന്ന്. യൂത്തന്മാരുടെ കിളി പോയ ചോദ്യമാണ്. മറുപടി അറിയാൻ പറ്റുമോ? നിറഞ്ഞ പുഞ്ചിരിയോടെ മന്ത്രി കരിങ്കൊടി കാണിക്കാൻ വന്ന യൂത്തന്മാരോട് ആ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിച്ച് നിന്നപ്പോൾ യൂത്തന്മാരുടെ സമരാവേശമൊക്കെ പമ്പ കടന്നു. കോൺഗ്രസ്സുകാരെ, ഇപ്പോൾ നിങ്ങൾ സർക്കാരിനെതിരെ വിരൽ ചൂണ്ടുമ്പോൾ ഓർക്കുക, ചൂണ്ടുവിരൽ ഒഴിച്ച് ബാക്കി എല്ലാ വിരലുകളും നിങ്ങളുടെ നെഞ്ചിലേക്ക് തന്നെയായിരിക്കും തിരിഞ്ഞു നിൽക്കുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.